എന്താ ഞെട്ടിപ്പോയോ? ഒരു സ്റ്റുഡന്റ് തന്റെ അധ്യാപകനെ കണ്ടാൽ പകച്ചു നിൽക്കുകയാണ് വേണ്ടത്. അകത്തേക്ക് വിളിക്കണ്ടേ? ഞാൻ മറ്റൊരാളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാ. മെഡിക്കൽ കോളേജിന്റെ ഹാർട്ട് ത്രോപ്സ് ഇവിടെയുണ്ടെന്ന് ഡ്യൂട്ടി ഡോക്ടറെ പറഞ്ഞത്. ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. കണ്ടില്ലേ ഓരോന്നും സംഭവിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സ്മാർട്ടായ കുട്ടി തന്നെ ഇല്ലാതായില്ലേ? അതാ പറയുന്നത്, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. എന്നെ തന്നെ എത്രമാത്രം ആ കുട്ടി ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു. പറയാൻ പാടില്ല, മരിച്ച ആളെ കുറിച്ച് കുറ്റം പറയുന്നതാണല്ലോ. എന്തെല്ലാം അപവാദങ്ങളാണ് ആ കുട്ടിയെ കുറിച്ച് ഇപ്പൊ പോലീസ് പറഞ്ഞു കേൾക്കുന്നത്, ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രഗ്നൻസി. എനിവേ, ഹൗ ആർ യു ആതിര? ആർ യു ഫീലിംഗ് ഗുഡ്? തുടരുത് എന്നെ. ഞങ്ങളുടെ ലിൻഡയെ കുറിച്ച് അനാവശ്യം പറയാൻ താനാരാ? ആതിര, ഐ വാസ് ജസ്റ്റ് ട്രൈയിങ് ടു അഡ്വൈസ് യു. വേണ്ട, തന്റെ അഡ്വൈസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. സിസ്റ്റർ, സിസ്റ്റർ, എന്ത് പറ്റിയോട് പുറത്തു പോകാൻ പറ. പ്രീപെയ്ഡ് ആണെങ്കിൽ സിം ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പുതിയ സിം എടുക്കാം. അപ്പോൾ പഴയത് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആയിക്കോളും. സബ്സ്ക്രൈബർ വരാത്തതുകൊണ്ട് ഈ നമ്പറിൽ നിന്ന് അവസാനം പുറത്തേക്ക് വിളിച്ച 3 നമ്പരോ അല്ലെങ്കിൽ റിസീവ് ചെയ്ത 3 നമ്പരോ പറയാമോ? ഞങ്ങളത് അറിഞ്ഞിട്ട് വരാം വൈകിട്ട്. കം. നോക്കട്ടെ. ലീവ് ഇറ്റ് ജെസി. അവള് പറഞ്ഞതല്ലേ, ശിവന്റെ കളക്ട് മെഡിസിൻ. ലീവ് ഇറ്റ്. അല്ല മാം, ആ വൃത്തികെട്ട പ്രൊഫസർ അവിടെ വന്ന് കേറിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഇവളോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു നോക്ക്. ശ്രദ്ധിക്കണമെന്ന്. ഒറ്റയ്ക്കൊക്കെ പോവാണെങ്കിൽ തന്നെ she has to inform the nursing staff. Stupid. മോള് വാ, കുറച്ചേരം എന്റെ മുറിയിൽ പോയിരിക്കാം. കരയണ്ട. വാ, കരയില്ല. കരയാ. അങ്കിൾ, ഞാൻ ആതിരയുടെ പാരൻസിനെ വിവരം അറിയിച്ചു. അവരിന്ന് അവിടുന്ന് പുറപ്പെടും. ഇവിടെ പത്രക്കാരും ടി വിക്കാരും പോലീസുകാരും ഒക്കെ ആയിട്ട് നിറച്ച ആളുകളാണ്. അതിനിടയിൽ നിങ്ങളുടെ കോളേജിലെ പിള്ളേരാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ അടിച്ച് തകർത്തു. ആ, ഞാൻ അറിഞ്ഞു. എന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു. ഡാഡിയെ വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം അങ്കിൾ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം മോളെ. ഓക്കെ അങ്കിൾ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏയ് സമി, ശ്രദ്ധ അവള് വന്നില്ലേ? ഇല്ല. ചിലപ്പോ നീ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും. ശ്രദ്ധ, 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 ശ്രദ്ധ. എന്താ മക്കളെ, എന്ത് പറ്റി? ശ്രദ്ധ അവൾ എപ്പോഴേ പോയതാണല്ലോ. ഇവിടെ വന്ന് മാക്സിമം 1 hour കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ്. എന്താ, റൂമിൽ എത്തിയില്ലേ? ഇല്ല, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കാണുമെന്ന്. ശരി, ഒരു മിനിറ്റ്, ഞാൻ ടോർച്ച് എടുത്തോണ്ട് വരാം. അതെ, നമ്മൾ ശ്രദ്ധ റൂമിൽ ചെന്നിട്ടില്ല. താൻ കണ്ടോ? താൻ ഇത് എവിടെയായിരുന്നു? എന്താ വീർത്തിരിക്കുന്നത്? ഞാൻ താഴെ റൂമിലുണ്ടായിരുന്നു മാഡം. പിന്നെ ഫാനിന് സ്പീഡ് കുറവല്ലേ, അതായിരിക്കും വേർതിരിക്കുന്നത്. താൻ വന്നേ. ശ്രദ്ധ, മോളെ ശ്രദ്ധ, 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 എന്താ മിസ്റ്റർ അൻവർ, യു ഹാവ് എനി പ്രൈം സസ്പെക്ട്സ്? സാർ അത് മുക്കലും മുളലല്ല എനിക്ക് വേണ്ടത്. ഐ വാണ്ട് ക്ലിയർ ആൻഡ് കോൺക്രീറ്റ് ആൻസേഴ്സ്. സാർ, നിങ്ങളുടെ സർക്കിളിൽ നടന്നൊരു മേർഡർ, ആവേശം ഇത്രയും മതിയോ? ഇല്ല സാർ, ഞങ്ങളെല്ലാം ഇതിനുവേണ്ടി രാവും പകലും വർക്ക് ചെയ്യാണ് സാർ. എന്തായാലും ടേക്ക് ദ കേസ് എസ് എ ചാലഞ്ച്. സാർ, ഒരേ കോളേജിൽ ഒരേ ഹോസ്റ്റലിലുള്ള കുട്ടികൾ, എന്തായിരിക്കും മോട്ടീവ്? സാർ അത് ഞങ്ങൾക്കും പിടികിട്ടുന്നില്ല സാർ.
ആ പെൺകുട്ടികളെ ചോദ്യം ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. സാർ, ആ പെൺകുട്ടികൾ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതിലൊരാളുടെ ലോക്കൽ കാര്യം നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സണ്ണി കുരുവിളയാണ്. ഓഹോ. വിവേകിന്റേത് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നില്ലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാ, പക്ഷേ അതിലും കുറച്ച് സംശയങ്ങൾ ഇല്ലാതില്ല സാർ. ഓക്കെ, താൻ എന്തായാലും വൈകിട്ട് ഇതിന്റെ റെക്കോർഡ്സുമായി എന്റെ ഓഫീസിലേക്ക് ഒന്ന് വാ, നമുക്കൊന്നിരിക്കാം. സാർ, അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. യു ഹാവ് ടു റിയാക്ട് ഇമ്മീഡിയറ്റ്ലി. വേറെ ആരെങ്കിലും മോളിൽ നീ കേസ് മാറി ഏൽപ്പിച്ച പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നാണക്കേടല്ലോ. സാറിനറിയാലോ, ഒരാളും സഹകരിക്കുന്നില്ല. അത് മൈൻഡ് ചെയ്യണ്ട. താൻ എത്രയും പെട്ടെന്ന് കൊലപാതകയെ കണ്ടെത്താൻ നോക്ക്. എന്തു മാർഗം ഉപയോഗിച്ചു. Somebody's on the top. Call the police. എന്ത് പോലീസ്? ഞാനിട്ടിരിക്കുന്ന യൂണിഫോമാ, പക്ഷെ കാക്കയല്ലെന്നേ ഉള്ളൂ. പോലീസുകാരെ പൂട്ടിയിടുന്നത് തെറ്റല്ലേ? അല്ലല്ലോ, ഒരിക്കലും പിടിച്ചത്. ഞാൻ ഒളിഞ്ഞിരുന്നാ പിടിച്ചേ. CA വിടണമെങ്കിൽ മന്ത്രി വരട്ടെ. പൂട്ടിയിട്ടത് ഇതിപ്പോ കൈവിട്ടു പോണ ലക്ഷണമാണല്ലോ. പ്ലീസ്, നിങ്ങളും സഹകരിക്കണം. സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ CA കൂട്ടരും ഗേറ്റ് തുറന്ന് ഇവിടുന്ന് പുറത്ത് വിടണമെങ്കിൽ ആഭ്യന്തരമന്ത്രി തന്നെ വരണം. 2 കൊലപാതകം നടന്ന ഹോസ്റ്റലായത് വെറുതെ വിടാനോ? ഇയാള് തന്നെ നേരത്തെ ഒരു കൊച്ചിനെ കഴുത്തിരിച്ചു വന്നത്. ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കാതെ നിങ്ങൾ ആരും ഇവിടുന്ന് പുറത്തു പോവില്ല. മിസ്റ്റർ മോനിച്ചൻ, നിങ്ങൾ ഈ നാട്ടിലെ MLA അല്ലേ? നിങ്ങളൊന്ന് ഇടപെട്ട ഈ പ്രശ്നം തീരില്ലേ? ഇവരെ ഇതിനകത്ത് പൂട്ടിടാന്ന് വെച്ചാ എനിക്ക് പിന്നെ കടുത്ത നടപടി എടുക്കേണ്ടി വരും. സാറിന് വന്നേ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതിൽ ഇടപെട്ടാൽ ശരിയാവില്ല. സാറിന് അറിയാലോ, ന്യൂനപക്ഷ മതക്കാർ നടത്തുന്ന കോളേജിന്റെ ഹോസ്റ്റലായത്. പിന്നെ അത് മതി, ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ, നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു. കോബ്ര ആൻസറിംഗ് 1 ഓവർ. ജനം വയലന്റ് ആകുന്നുണ്ട്. ഹോം മിനിസ്റ്റർ വരുന്ന വാശി പിടിക്കുക. സ്ഥലം MLA അത് തന്നെയാ പറയുന്നത്. ഓവർ. ഇപ്പൊ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ അറിയിക്കാം. ഓവർ. ഓരോരോ മണ്ടത്തരങ്ങളെ ഇയാളെ രക്ഷിച്ചുകൊണ്ടുപോകാമെന്ന് നമ്മളിപ്പതേ കേസ് പ്രതിയാവും. ഇൻവെസ്റ്റിഗേഷൻ. ഇയാൾ ഒരുത്തം വരുത്തി വെച്ച പുലുവാല ഇതല്ല. ഹോസ്റ്റലിൽ കൂട്ടിയിട്ട മുറിയിൽ നിന്നും ഇയാളെ രക്ഷപ്പെടുത്തി എന്തിനാണെന്ന് DIG ചോദിച്ചാൽ നമ്മളെന്ത് സമാധാനം പറയും? എന്തിനാ സാറേ ഇയാളെ പോലുള്ള കിഴങ്ങന്മാരെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ചുമക്കുന്നത്? നിങ്ങളുടെയൊക്കെ വിചാരം പോലീസ് എന്ന് പറഞ്ഞാൽ ആരുടെ നെഞ്ചത്ത് കയറാവുന്ന? എന്തൊരു വലിപ്പിക്കലായിരുന്നു ഇവിടെ ക്വസ്റ്റ്യനിങ് എന്നൊക്കെ പറഞ്ഞ്. അവന്മാരൊക്കെ ഇതിനകത്തിട്ട് നന്നായി പെരുമാറി വിടുക വേണ്ടേ? ഇപ്പൊ യഥാർത്ഥ പ്രതിയെ തന്നെ കിട്ടിയേ. ഇവരുടെയൊക്കെ രക്ഷയ്ക്കായി എത്തി. ഇപ്പൊ നിങ്ങളും കുടുങ്ങില്ലേ? വക്കീലെ നിർത്ത്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. CAക്ക് ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയത്? അവനൊക്കെ പക്ക ക്രിമിനൽ അല്ലേ? അഭ്യാസമൊക്കെ കോടതി മതി, പോലീസുകാരോട് വേണ്ട. പോലീസല്ല, പട്ടാളമായാലും ശരി. ഈ പരിസരത്തെ വെറും പാവപ്പെട്ടവരാ ഭൂരിപക്ഷം. ഒന്നും ഞോടിച്ചാ മതി, തുരുമ്പ് പിടിച്ച പിച്ചാത്തി കൊണ്ട് ചാന്തിക്കിട്ട് നല്ല താങ്ങ് തരും. പോലീസ് എന്നും പറഞ്ഞ് വരട്ടല്ലേ?